ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് Kdenlive എന്ന വീഡിയോ എഡിറ്ററിനെ കുറിച്ചാണ്. Kdenlive വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് എങ്ങനെ മനോഹരമായൊരു വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാം എന്ന് നമ്മൾ കണ്ടു. Kdenliveൽ ലഭ്യമായ ഒരുപാട് ഇഫക്ട്സും നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ വളരെ സുപരിചിതമായി പ്രചരിക്കുന്ന ഗ്ലിച്ച് ഇഫക്റ്റിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് Kdenlive ഉപയോഗിച്ച് ഗ്ലിച്ച് ഇഫക്റ്റ് നൽകാം എന്ന് നമ്മൾ ഇന്ന് വിശദമായി കാണും. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് Kdenlive തുറക്കാം. അതിനായി നമുക്കിത് പരിചയമാണ്. ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ Kdenlive തുറന്നു വന്നിരിക്കുകയാണ്. Kdenlive തുറന്നു വന്നാൽ ആദ്യം തന്നെ നമ്മൾ ഫയലിൽ പോയി ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പുതിയൊരു പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് HD 1080p 30 FPS സെലക്ട് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ Kdenlive സജ്ജമായിരിക്കുകയാണ്. ഇനി നമുക്ക് ഗ്ലിച്ച് ചെയ്യാനുള്ള വീഡിയോ ഇതിനകത്തേക്ക് കൊണ്ടുവരണം. അതിനായി ഇവിടെ ആഡ് ക്ലിപ്പ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. വരുന്ന ലിസ്റ്റിൽ നിന്നും ആഡ് ക്ലിപ്പ് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ വീഡിയോ ഡ്രാഗ് ചെയ്ത് ട്രാക്കിലേക്ക് ഇടുക എന്നുള്ളതാണ്. അങ്ങനെ ട്രാക്കിലേക്ക് ഇട്ടു. ഇതിനകത്ത് നിന്ന് ഞാൻ സൗണ്ട് റിമൂവ് ചെയ്യുകയാണ്. അൺഗ്രൂപ്പ് ക്ലിപ്സ് കൊടുത്തു. അപ്പോൾ സൗണ്ട് വേറെയായി. ഇത് സെലക്ട് ചെയ്തിട്ട് കീബോർഡിലെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് വീഡിയോ മാത്രമായി. എനിക്കിത് മുഴുവനായിട്ട് ഗ്ലിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ഇനി വീഡിയോൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ സാധാരണ രീതിയിൽ ഗ്ലിച്ച് കാണുന്നത്. അതായത് വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഗ്ലിച്ച് ഇഫക്റ്റ് കൊടുക്കണം. ഒരു ഡയലോഗ് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഭാഗം കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ റേസർ ടൂൾ ഉപയോഗിച്ച് എവിടെയാണോ ഗ്ലിച്ച് കൊടുക്കേണ്ടത് ആ ഭാഗം മുറിച്ച് അവിടെ തന്നെ വെക്കുക. മുറിച്ചാൽ മാത്രം മതി. മുറിച്ച് അവിടെ തന്നെ വെക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് മുഴുവനായിട്ടും ഗ്ലിച്ച് ഇഫക്റ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം എങ്ങനെയാണിത് ചെയ്യേണ്ടത്. ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ഒരു ഇഫക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏതാണെന്ന് നോക്കാം. നമ്മളിവിടെ ട്രാൻസിഷൻ ഇഫക്ട്സ് 2 എണ്ണം കാണുന്നുണ്ട്. അതിൽ ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ കളർ ചാനൽ മിക്സർ എന്നൊരു ഇഫക്റ്റ് സെലക്ട് ചെയ്യുക. കളർ ചാനൽ എന്നടിക്കുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അടിയിൽ വരും കളർ ചാനൽ മിക്സർ. ഇത് ഡ്രാഗ് ചെയ്ത് നമ്മൾ ഈ ആവശ്യമുള്ള വീഡിയോയുടെ ഭാഗത്തേക്ക് കൊണ്ടുപോയി വെക്കുക. ഒരു പാർട്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ പാർട്ടിൽ മാത്രം ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പർട്ടീസിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ലഭ്യമാകും. ആ സമയത്ത് നമ്മളിവിടെ ഇതിനകത്ത് ഒന്നാമത്തെ പ്രോപ്പർട്ടി മാത്രം നമ്മൾ 1 എന്നാണ് കാണുക. അത് നമ്മൾ -2 കൊടുക്കുക. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ ക്ലിപ്പിനെ കോപ്പി ചെയ്ത് ഈ ട്രാക്കിൻ്റെ മുകളിലത്തെ ട്രാക്കിൽ ഒരു പ്രാവശ്യം കൂടെ പേസ്റ്റ് ചെയ്യുന്നു. ഇതേ വീഡിയോ തന്നെ, അതായത് എവിടെയാണോ ഗ്ലിച്ച് കൊടുക്കേണ്ടത് ആ വീഡിയോയുടെ കഷ്ണം അല്ലെങ്കിൽ ആ വീഡിയോ കോപ്പി ചെയ്ത് മുകളിലിടുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത കളർ ചാനൽ മിക്സർ എന്ന് പറയുന്ന ഇഫക്റ്റും കൂടി അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ക്ലിപ്പിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കളർ ചാനൽ മിക്സർ വരുന്നത് കാണാം ഈ പ്രോപ്പർട്ടീസിൽ. അപ്പോൾ ഇത് -2 ഉണ്ടാവുക. ഇത് നമുക്ക് 1 ആക്കി കൊടുക്കണം. ഒന്നാമത്തത്. രണ്ടാമത്തത് ഇവിടെയുള്ള ഈ .gg എന്ന് പറയുന്നത് 1 ആണുള്ളത്. അത് നമുക്ക് 0 ആക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാണ് വരിക. മോണിറ്ററിൽ നമുക്ക് കാണാം. ഇനി അടുത്തതായിട്ട് പോകുന്നത് നമുക്കിവിടെ ഇഫക്ട്സും ട്രാൻസിഷനും ഉണ്ട്. ഈ ട്രാൻസിഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രാൻസിഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ലൈറ്റൻ എന്ന് കാണാം ഇവിടെ. ഈ ലൈറ്റൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്ത് ഇടുക. ഇപ്പോൾ ഇവിടെ വളരെ ചെറുതായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറേഷനും പൊസിഷനും വരും. ആ ഡ്യൂറേഷനൊന്ന് കൂട്ടി കൊടുക്കുക ഇവിടെ. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് വലുതായി വരും.
അപ്പോൾ ഇതിന് കണക്കാക്കി നേരെ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി നമുക്കിത് ഡ്രാഗ് ചെയ്ത് വലുതാക്കാം. അപ്പോൾ ഈ 2 ക്ലിപ്പിൻ്റെയും ഫുള്ളായിട്ട് കൊടുത്തു. അപ്പോൾ വീണ്ടും കാണാം ഇവിടെ ഇങ്ങനെ ബ്രൈറ്റ് കളർ വന്നിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇഫക്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നമ്മൾ ഗ്ലിച്ച് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ ഗ്ലിച്ച് വരും. ഗ്ലിച്ച് എന്ന ഇഫക്റ്റ് വരും. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡ്രാഗ് ചെയ്ത് മുകളിലത്തെ വീഡിയോയിലേക്ക് ഇടുക. ഗ്ലിച്ചർ ഇതിനകത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പ്രോപ്പർട്ടീസിൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്ലിച്ചറിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ആ ഗ്ലിച്ചറിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ വീഡിയോയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. ഫ്രീക്വൻസി നമുക്ക് 1 ആക്കി മാറ്റാം. അതിൻ്റെ താഴെ ഷിഫ്റ്റ് ഫ്രീക്വൻസി കാണാം. ബ്ലോക്ക് ഹൈറ്റിൻ്റെ താഴെ ഷിഫ്റ്റ് ഫ്രീക്വൻസി അത് നമുക്കൊരു 0.020 ആക്കി മാറ്റാം. അപ്പോൾ ഈ വീഡിയോയിൽ വന്ന മാറ്റം ശ്രദ്ധിക്കുക. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ ഗ്ലിച്ചിന് ആവശ്യമുള്ളൊരു ശബ്ദം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉദാഹരണമായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒന്നാണ് വേണ്ടതെങ്കിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ട് ഇഫക്റ്റ് താഴെ കൊടുക്കാം. ഇനി അതല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ളതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു സൗണ്ട് താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇഫക്റ്റ് കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഇനി നമുക്കിത് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ 2 വീഡിയോയും ഗ്ലിച്ച് ചേർത്ത വീഡിയോയും ഗ്ലിച്ച് ചേർക്കാത്ത വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഗ്ലിച്ച് ചേർക്കുന്നത്. ഈ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.